പത്തിരി എന്താണുള്ള വേറെ ചൂട് പുട്ട് മീൻകറി. ചങ്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതേ നമ്മുടെ മാപ്രാണത്തുള്ളൊരു തട്ടുകടയാട്ടാ. ഈ തട്ടുകടയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഈ തട്ടുകടയിലത്തെ വിശേഷങ്ങളും ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ കയറിപ്പോ ചേട്ടന്റെ സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇട്ടാ. നല്ല നൈസ് പത്തിരി, നല്ല കുരുമുളക് ഇട്ട് വെച്ച താറാവിൽ ഇട്ടിട്ടൊരു പിടുത്തം പിടിച്ചുട്ടാ. ആദ്യം തന്നെ അതിന്റെ സൈഡായിട്ട് കുറച്ച് പോർക്കിറച്ചി. അത് പോർക്കിറച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നാടൻ വെപ്പിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടാ. താറാവും പോർക്കും പത്തിരിയും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നല്ല അടിപൊളി കൊള്ളി വന്നത് കേട്ടാ. കൊള്ളിയുടെ കൂടെ നമുക്ക് നല്ല മീൻ കൂട്ടാൻ കിട്ടിയിട്ടാ. ഈ മീൻ ചാറ് മാത്രം മതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മുഴുവൻ വെടിപ്പാക്കി കഴിക്കാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റ് സാധനമായിരുന്നു കേട്ടാ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ കൂട്ടാൻ തന്നെയാണ് കേട്ടാ. ഇത് മാത്രല്ല കേട്ടാ, നല്ല മീൻ വറുത്തതും അതുപോലെ തന്നെ മൊയലും അതുപോലെ പല സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടാ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടന്റെ സ്നേഹമാണ്. നമുക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടെങ്കിലും കൂടിയിട്ട് ഇതുപോലെ സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് വിളമ്പി തരുമ്പോ അല്ലെങ്കിൽ നമുക്കത് എടുത്ത് തരുമ്പോ അതിന്റെ ഒരു സ്വാദ് വേറെ കേട്ടാ. ഈ ഇരിക്കുന്ന പാത്രങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ടേസ്റ്റ് എന്തുമാതിരി ഉണ്ടാവും എന്നുള്ളത്. ഞാനപ്പോ കൂടുതൽ പറയണ്ടല്ലോ. ഇനിയാണ് ഹൈലൈറ്റ് സാധനം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം കേട്ടാ ഈ സംഭവം. വേറൊന്നല്ല, നല്ല മോര്, അതും കൂജയില്. അതിങ്ങനെ വാരിക്കോരി കുടിക്കാൻ നമുക്ക് പാകത്തിന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ കണ്ണു നോക്കിക്കോളം പറഞ്ഞിട്ടുള്ള ആള്. കറക്റ്റാണല്ലോ അല്ലേ? അങ്ങനെ ടേസ്റ്റ് ആവില്ല. വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ അതിൻ്റെ ഉള്ളില് ആരെങ്കിലും രാജി പോവും. പാത്രം കൊണ്ടുപോവാ. കാന്താരി കാന്താരി കിച്ചൻ ഞങ്ങള് അധികം ഉണ്ടാക്കില്ല, ഫ്രീസറിൽ മേടിച്ച് വയ്ക്കില്ല. ആ കരിമ്പച്ച എന്ന് പറയുന്നത് ആ ടേസ്റ്റിലാണ് നമ്മൾ തെറ്റാവും. ഇത് അവസാനിക്കുകയാണ്. ഞാൻ പോയില്ലിട്ടൊന്ന് നാളെ 4 മണിക്കുള്ളൂ. ഇതിപ്പോഴും പട്ടപ്പട പിന്നെ സെറ്റ് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് എന്തായാലും ഒടുക്കി എത്തിയിരിക്കും. ഏത് നേരത്താണെങ്കിലും കയറി വന്നിട്ട് കഴിച്ചോളൂ. ഇതുവരെ പേരിടാത്ത ഈ കടയ്ക്ക് ഇടാൻ പോകുന്ന പേര് കാന്താരി കിച്ചൺ എന്നാണ് കേട്ടാ. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഈ കടയിൽ കയറാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഈ മാപ്രാണം വഴിക്ക് പോകുമ്പോ ഒന്ന് കയറി കഴിച്ചു നോക്കി വെക്കണം കേട്ടോ ഭക്ഷണം. അതുപോലെ തന്നെ ഇതിനു മുന്നേ കഴിച്ച ആളുകൾ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഈ വീഡിയോന് താഴെ കറക്റ്റായിട്ട് കമന്റ് ചെയ്യണം കേട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങള്. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോയില് കാണാം. അതുവരെ സന്ധ്യക്കും വരക്കും വണക്കും.